പ്രിയപ്പെട്ടവർ, ഈ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരുടെ കുട്ടികളെ കൊണ്ടാണ്. യുവതി യുവാക്കളാകാം, ചെറിയ കുട്ടികളാകാം, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയില്ല. കുട്ടികളുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ഏറ്റവും ഒന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കുട്ടികളെ അവരുടെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം, കുട്ടികളെ പ്രത്യേകിച്ച് യുവതി യുവാക്കളൊക്കെ എഴുന്നേൽക്കുന്ന അലാം വെച്ചിട്ടാണ്. അലാം വെച്ച് എഴുന്നേൽക്കുമ്പോൾ അലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ അലാം ഓഫ് ചെയ്ത് കിടന്നുറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അലാം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ വരരുത്. കാരണം അത് ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റുള്ള ഉറക്കം അത് അലസതയിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് അലാം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ ആ ഒരു കാര്യത്തിൽ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. 2, എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ കിടന്നുറങ്ങിയ ബെഡ് ബെഡ്ഷീറ്റ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കി ഒന്ന് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുക്കും ചുറ്റിയോടും കൂടി. അത് അവരുടെ ദിവസത്തെ ഒരു ഡിസിപ്ലിനോട് കൂടി തുടങ്ങാനായിട്ട് സഹായിക്കും. ചിലരൊക്കെ എഴുന്നേറ്റ് കൂടി ഇങ്ങ് പോരുക, പിന്നെ അത് മാതാപിതാക്കളാണ് വന്ന് അടുക്കി പെറുക്കി വെക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. കുട്ടികളുടെ ഉത്തരവാദിത്വമാണ് അവർ കിടന്ന ബെഡും ബെഡ്ഷീറ്റും എല്ലാം പ്രോപ്പറായിട്ട് അടുക്കി ചുറ്റിയോടുകൂടി വെക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ മൊബൈലിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. മൊബൈലിൽ ആരെന്ത് അയച്ചു, ഈ അതിരാവിലെ എഴുന്നേറ്റ് അത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ബ്രെയിനും ഒക്കെ ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയും. ഏറ്റവും നല്ലൊരു അനുഭവം. പക്ഷേ ഈ മൊബൈല് നമ്മളിങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ ഉറക്കച്ചടവോടുകൂടി മൊബൈലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾ ഡള്ളായിരിക്കും. നന്നായിട്ട് വായിക്കാനോ പഠിക്കാനോ ചിന്തിക്കാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരും. അടുത്ത ഒരു കാര്യം, എഴുന്നേറ്റ ഉടനെ ചായയും കാപ്പിയും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരിക്കലും കൊടുക്കരുത്. അവർക്ക് ആ സമയം വേണ്ടത് ശുദ്ധജലമാണ്. ഇന്റേണൽ ട്രാക്റ്റിനെയൊക്കെ ഒന്ന് അവർക്ക് ആ സമയം വേണ്ടത് ശുദ്ധജലമാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഒന്ന് ശുദ്ധി ചെയ്യാൻ ഈ ശുദ്ധജലം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആ സമയത്ത് നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ച വെള്ളമല്ല, നോർമൽ വാട്ടർ കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ കിടന്ന മുറിയിൽ തന്നെ ഇരിക്കരുത്. അവിടെ നിങ്ങൾ എഴുന്നേൽക്കണം. അവിടുന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ സൂര്യപ്രകാശത്തൊക്കെ ഒന്ന് നിന്ന് അല്പം എക്സസൈസുകളൊക്കെ ചെയ്ത് അങ്ങനെ ആ പുറത്തേക്ക് ഇറങ്ങി ആ പ്രഭാതത്തിന്റെ നന്മയും പ്രഭാതത്തിന്റെ ഐശ്വര്യവും ഒക്കെ ഒന്ന് സ്വന്തമാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ദേഹശുദ്ധി ചെയ്ത് കുളിക്കുക. ദേഹശുദ്ധി വരുത്താനായിട്ട് കുളിക്കുക. കുളിച്ച് ദേഹശുദ്ധി വരുത്തി പഠനത്തിലേക്ക്, ജോലിയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ആ ദിവസം ഒരു വിജയകരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ എപ്പോഴും ഒരു മടുപ്പും ക്ഷീണവും അസ്വസ്ഥതയും ഉത്സാഹക്കുറവും നമ്മളെ അലട്ടും. അതുകൊണ്ട് ആദ്യം മുതലേ തന്നെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഉണർവുള്ളവരാകാം, ആത്മീയതയിലേക്ക്, ആരോഗ്യത്തിലേക്ക് വളരാം.